ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്തേ. ഹരിച്ചേട്ടാ, നമ്മുടെ ഈ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇന്ത്യ മുന്നണിയിൽ നിന്നും കോൺഗ്രസിനെ പുറത്താക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആം ആദ്മിയുടെ മുഖ്യമന്ത്രി അതിഷി ഒക്കെ വളരെ ശക്തമായിട്ട് ആ ആവശ്യമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ചേട്ടാ ഇതിന് കാരണം? പെട്ടെന്ന് ഇവർ ഒരു മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു? എന്താണ് പെട്ടെന്നുണ്ടായ പ്രകോപനം? എനിക്ക് ശരിക്കും അതിന് മറുപടി പറയാനുള്ളത്, ഈ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതിലാണ് എനിക്ക് അതിശയം. കാരണം കോൺഗ്രസിനെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും പുറത്താക്കി ആ സ്പേസിലോട്ട് കയറിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആപ്പ്. അപ്പോ അവര് തമ്മിൽ സൗഹൃദം കാണിക്കുമ്പോഴാണ് എനിക്ക് അതിശയം തോന്നുന്നത്. അതിരിക്കട്ടെ. ഇതിലെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി, അതായത് എന്താണ് ഈ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ ഈ പ്രസ്താവനയുടെ പ്രകോപനം? ആ പ്രകോപനം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവായ അജയ് മാക്കൻ ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. ആ ധവളപത്രം എന്ന് പറയുന്ന കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെയും അതുപോലെ തന്നെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനും എതിരായിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളെ നിശിതമായി വിമർശിക്കുന്ന ഒരു ധവളപത്രം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം നടത്തിയതെന്ന് നമുക്ക് കൂട്ടിയാൽ മതി. BJP ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല, അവരതിന് മറുപടി കൊടുത്തു. പക്ഷേ ഇത് കണ്ടപ്പോൾ വളരെ പ്രകോപിതരായി ആപ്പ്. അതിനൊരു കാരണം എന്ന് പറയുന്നത്, ഈ വരുന്ന ഫെബ്രുവരിയിൽ ഡൽഹിയിലെ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവാം. മാസങ്ങൾ മാത്രമേ ഉള്ളൂ, ജനുവരി ഫെബ്രുവരി. പ്രശാന്ത് പറഞ്ഞതുപോലെ അതായത് വളരെ വളരെ അടുത്താണ്, ഇത് വളരെ അടുത്തെത്തിയിരിക്കുകയാണ് ഡൽഹി ഇലക്ഷൻ. അപ്പോൾ ഈ ആം ആദ്മി പാർട്ടി ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധത്തിലാണ്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനില് ഡൽഹിയിലെ കോൺഗ്രസുമായി സഖ്യത്തിലായിരുന്നു ആം ആദ്മി പാർട്ടി. പക്ഷേ അവിടെ ഒറ്റ സീറ്റ് പോലും ജയിക്കാൻ പറ്റില്ല. 7 സീറ്റും BJP ആണ് ജയിച്ചത്. പഞ്ചാബിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയായിട്ട് സഖ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. അവിടെ ആം ആദ്മി പാർട്ടിയാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് ഓർമ്മ വേണം. പക്ഷേ പഞ്ചാബിൽ നിന്ന് എന്റെ ഒരു ഓർമ്മയില് 3 സീറ്റിലാണ് ആം ആദ്മി പാർട്ടി ജയിക്കുന്നത്. 7 സീറ്റ് കോൺഗ്രസ് ജയിച്ചു. അപ്പോ കോൺഗ്രസിന് ഉള്ളിൽ ഒരു വലിയ ചിന്താധാരയുണ്ട്. അതായത് ആം ആദ്മി പാർട്ടിയോടൊപ്പം നിൽക്കുന്നത് കോൺഗ്രസിന് ഗുണകരമല്ല. കാരണം ഇപ്പൊ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയോടൊപ്പം ഇലക്ഷനിൽ മത്സരിച്ചിട്ടും പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ലല്ലോ. എന്നാ പിന്നെ തോക്കുമായിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് അങ്ങ് തോറ്റാൽ മതിയല്ലോ. ഒന്നുമില്ലെങ്കിൽ സ്വന്തം ശക്തി ബാലറ്റ് പേപ്പറിലും അതുപോലെ ഇലക്ഷൻ കമ്മീഷന് മുമ്പിലും ഒക്കെ സ്വന്തം വോട്ട് കാണിക്കാമായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നം കോൺഗ്രസ് നമ്മൾ ഓർക്കേണ്ടത്, ഈ കഴിഞ്ഞ ഇലക്ഷന് കോൺഗ്രസും ആപ്പും തമ്മിൽ സഖ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിൽ പ്രതിഷേധിച്ച് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അർവിന്ദർ സിംഗ് ലൗലി രാജിവെച്ചിരുന്നു. മനസ്സിലായോ? അത് പലരും ഓർക്കുന്നില്ല. ആ അർവിന്ദർ സിംഗ് ലൗലിയുടെ രാജി അന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള ഒരു സഖ്യം ഡൽഹിയിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ അംഗീകരിക്കുന്നില്ല. ഇത് രാഹുൽ ഗാന്ധിയുടെ താല്പര്യത്തിന് വേണ്ടിയാണെന്നൊക്കെയുള്ള ആരോപണം അവിടെ കോൺഗ്രസിനുള്ളിൽ വളരെ ശക്തമായി വന്നിരുന്നു. അതായത് പാർട്ടിയുടെ താല്പര്യമല്ല, ഇതൊരു നേതാവിന്റെ താല്പര്യം മാത്രമാണ് എന്നൊരു ആരോപണം വന്നിരുന്നു. വീണ്ടും അങ്ങനെ ഒരു ആരോപണം വന്ന് ശക്തരായ കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടി വിട്ടു BJPയിലോട്ട് ചേർന്നാലോ എന്നൊരു പേടി കോൺഗ്രസിനുണ്ട്. ഇതാണ് ഒരു വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ആലോചിച്ചാല് ഇന്നലെ പത്രസമ്മേളനം, അതായത് ഈ ധവളപത്രം എന്ന് പറയുന്നത് പുറപ്പെടുവിച്ചുകൊണ്ട് അജയ് മാക്കൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അജയ് മാക്കൻ പറഞ്ഞു, 2013 ഇലക്ഷനിൽ അന്ന് അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ BJP ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. 32 അംഗങ്ങൾ BJPക്ക് ഉണ്ടായിരുന്നു, 28 അംഗങ്ങൾ മാത്രമായിരുന്നു ആപ്പിനുണ്ടായിരുന്നത്, 7-8 പേര് കോൺഗ്രസിനുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ടാണ് ആപ്പിന് ഡൽഹിയിൽ അധികാരത്തിൽ വരാൻ പറ്റിയത്. പക്ഷേ പിന്നീട് ആ സർക്കാർ വീണു. അത് കഴിഞ്ഞ് വീണ്ടും ഇലക്ഷൻ നടത്തിയപ്പോൾ എനിക്ക് തോന്നുന്നത് 67 സീറ്റെങ്ങാണ്ടാണ് ആപ്പിന് കിട്ടിയത്. അന്ന് തൊട്ടൊരു ജൈത്രയാത്രയാണ് കേജ്രിവാളിന്റെ. പക്ഷെ ഇപ്പോൾ കേജ്രിവാൾ വീണു പോയിരിക്കുന്നു. ഇദ്ദേഹം ജയിലിലാണ്. ഇടയ്ക്ക് അദ്ദേഹം ലോക്സഭാ ഇലക്ഷൻ നടന്നപ്പോൾ ഇദ്ദേഹത്തിന് പ്രചരണം നടത്താൻ വേണ്ടി ജാമ്യം കൊടുത്തു, പിന്നെ വീണ്ടും തിരിച്ചു ജയിലിൽ. അപ്പോ ഇന്ന് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയല്ല. അതിഷി ആണ് ആം ആദ്മി പാർട്ടിയുടെ MLA ആയ അതിഷി മർലേനയാണ് മുഖ്യമന്ത്രി. ഇതിന്റെ ഒരു വലിയ തമാശ എന്ന് പറഞ്ഞാൽ, ഇന്നലെ കോൺഗ്രസിനെതിരെ പത്രസമ്മേളനം നടത്തിയത് മറ്റൊരാള് സഞ്ജയ് സിംഗ് ആണ്. അയാളും അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ നിന്ന് ഇപ്പം പുറത്തിറങ്ങിയതേ ഉള്ളൂ. മനസ്സിലായോ? ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇയാൾ ഈ വലിയ വാചകം അടിക്കുന്നത്. അപ്പം
ഈ അഴിമതിക്കെതിരെ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വന്ന അരവിന്ദ് കെജ്രിവാള് ഇന്ന് അഴിമതി കേസിൽ ജയിലിൽ കിടക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പിന്നെ സത്യസന്ധതയ്ക്കോ അതൊന്നും ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല. ആ കാരണം പലവട്ടം കോടതി പോയല്ലോ, കോടതി ഇത് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയി. ഇയാൾക്കെതിരെയുള്ള ചാർജ് ഒന്നും ക്വാഷ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണ ജാമ്യം കിട്ടുന്ന പോലും ക്വാഷ് ചെയ്യണം, അതായത് കുറ്റപത്രം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ കോടതി അതിനൊന്നും സമ്മതിച്ചില്ല. വേണമെങ്കിൽ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ അല്ലേ താങ്കൾക്ക് ഒരു പിന്നെ കുറച്ചു നാളത്തേക്ക് ജാമ്യം തരാൻ പ്രചരണം നടത്താൻ എന്ന് മാത്രമാണ് കോടതി പറഞ്ഞത്. ഇയാൾ ഉം. പോലും ഞെട്ടിപ്പോയി യഥാർത്ഥത്തിൽ ജാമ്യം കിട്ടിയപ്പോൾ. അപ്പോ ഉവ്വ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇയാളുമായിട്ട് ഇനി കൂടി നിൽക്കുന്ന നഷ്ടക്കച്ചവടമാണെന്ന് കോൺഗ്രസിന് മനസ്സിലായി. അവരുടെ പിന്തുണയോടുകൂടി അവരുടെ തോളത്തിരുന്ന അവരുടെ ചെവി കടിച്ചു പറിച്ച് അവരെ ഇപ്പം കഴുത്തിലെടുത്തു വെച്ച വേതാളമാണെന്ന് പിന്നെ ആ കേജ്രിവാളും മറ്റു പാർട്ടി അംഗങ്ങളും. അതുപോലെ മാത്രമല്ല, ഇദ്ദേഹത്തിനോടൊപ്പം അന്ന് ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ ഉണ്ടായിരുന്ന പിന്നെ വ്യക്തികൾ ആരും തന്നെ ഇന്ന് ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. സന്തോഷ് ഉവ്വ്. ഹെഗ്ഡെ അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ മുഴുവൻ നേതാവായിരുന്ന വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഞാനങ്ങ് വിട്ടുപോയി. അണ്ണാ ഹസാരെ. അണ്ണാ ഹസാരെ പറഞ്ഞു സ്വയം കൃതാനർത്ഥമാണ് പിന്നെ അദ്ദേഹം, കെജ്രിവാള്. അതായത് കേജ്രിവാൾ അനുഭവിക്കുന്നതെന്ന് അണ്ണാ ഹസാരെ പറഞ്ഞിരുന്നു. ഉവ്വ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാലഘട്ടത്തിൽ ഈ അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിൽ ഭാഗവാക്കായിരുന്ന ആരും തന്നെ ഇന്ന് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നില്ല. സ്ഥിതിഗതികൾ വളരെ മോശമാണ്. അപ്പം പിന്നെ കോൺഗ്രസിന്റെ കാര്യം പരിങ്ങലിലാണ്. കാരണം ആപ്പ് മാത്രമല്ല കോൺഗ്രസിനെ പിന്നെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞത്. അതെ കോൺഗ്രസിനെ പുറത്താക്കണമെന്ന് ആവശ്യം ഉന്നയിച്ച യഥാർത്ഥത്തിൽ തുടങ്ങിയത് തൃണമൂലാണ്. അതെ പാർലമെന്റില് തൃണമൂല് ഈ പറയുന്ന വളരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ്. കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നതിനോട് തൃണമൂല് യോജിക്കുന്നില്ല. ചോദിച്ചോളൂ. ചേട്ടാ, ഞാൻ അതാണ് ചോദിക്കാൻ വന്നത്. ഈ അരവിന്ദ് കെജ്രിവാളിന് മറ്റ് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഒഴികെയുള്ള മറ്റ് കക്ഷികൾ എന്തെങ്കിലും പിന്തുണ കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് മമത ഇതിനെതിരെ മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസ് മാറണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നപ്പോൾ അന്ന് ബീഹാറിൽ നിന്ന് ലാലു പ്രസാദ് യാദവ് മമതയെ പിന്തുണച്ച് രംഗത്ത് വന്നു. ഇവിടെ അതുപോലെ ഈ ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ച് ഏതെങ്കിലും ഒരു ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി രംഗത്ത് വന്നിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ഡി എം കെയുടെ നിലപാട് എന്താണ്? ഡി എം കെ കോൺഗ്രസുമായിട്ട് വലിയ സഖ്യത്തിലാണ്. അപ്പോൾ ഡി എം കെക്കും 39 എം പിമാരുണ്ട് ലോക്സഭയിൽ മാത്രം. അപ്പോൾ ഡി എം കെയുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? അല്ല, ഇതിൽ കോൺഗ്രസിനെ പിന്തുണച്ചു എന്ന് ഞാൻ പറയില്ല. കാരണം ഇവരിൽ ഓരോരുത്തർക്കും അവരുടേതായ ലക്ഷ്യമുണ്ട്. മമതാ ബാനർജിയുടെ ആവശ്യവും ആഗ്രഹവും അവർക്ക് ഇന്ത്യ മുന്നണിയുടെ നേതാവാവണം, രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് ഈ നേതാവാവണമെന്നാണ് അവരുടെ താല്പര്യം. അവർ ഭാവിയിലെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വയം ഉയർത്തി കാണിക്കുകയാണ്. രാഹുലിനെ കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്നുള്ള രീതിയിലാണ് മറ്റ് ഘടകകക്ഷികൾ ഇന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായിട്ട് തോന്നുന്നു. ഹരിയാനയിലെ തോൽവി, അതുപോലെ മഹാരാഷ്ട്രയിലെ ദയനീയ തോൽവി, ഇത് രണ്ടും കോൺഗ്രസിന്റെ സാധ്യതകളെ തകർത്ത് കളഞ്ഞു. ശരിക്കും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വിജയിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്കും ഒരു എതിർപ്പ് ഇന്ത്യ മുന്നണിയിൽ നിന്നും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ രണ്ട് തോൽവികൾ അദ്ദേഹത്തിന്റെ സാധ്യതകളെ അടച്ചു കളഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പിന്നെ ഇതിൽ ഡി എം കെ എനിക്ക് തോന്നുന്നില്ല മമതാ ബാനർജിയെ നേതാവായി അംഗീകരിക്കുന്നത്. ഡി എം കെയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവർ രാഹുൽ ഗാന്ധിയെ തന്നെ ആയിരിക്കും പിന്തുണയ്ക്കുന്നത്. അപ്പൊ സംഭവിക്കാൻ ഇടയുള്ളത് ഒന്നുകിൽ എനിക്ക് തോന്നുന്നത് എ എ പിയും അതുപോലെ തന്നെ TMC തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിൽ ഒരു പ്രത്യേക ബ്ലോക്ക് ആവുകയും ഈ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ഇനി ഉണ്ടാവില്ല. മുന്നണി പെട്ടെന്ന് ഔദ്യോഗികമായിട്ട് പിരിച്ചുവിടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനകത്തിൽ അങ്ങനെ വലിയൊരു കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ അവരൊരു പ്രത്യേക ബ്ലോക്കായിട്ട് നിന്ന് സമ്മർദ്ദതന്ത്രം നടത്തും. രാഹുൽ ഗാന്ധിക്ക് ഇനി പഴയതുപോലെ ഒരു സപ്പോർട്ട് ഇല്ല. ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചേട്ടാ, ഈ കാര്യത്തിൽ സമാജ്വാദി പാർട്ടിയുടെ നിലപാട് എന്താണ്? അവരും ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തെ എതിർക്കുന്നോ അംഗീകരിക്കുന്നു? അവർ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുള്ളതായിട്ട് അവർ വിലയിരുത്തുന്നതായിട്ട് കാണുന്നില്ല. കാരണം അവരുടെ ഒരു കാഴ്ചപ്പാടിൽ യു പിയിൽ കോൺഗ്രസിനേക്കാൾ എത്രയോ ശക്തമായ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. അതുകൊണ്ട് അവരുടെ പിന്തുണ രാഹുലിന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അവർ തന്ത്രപൂർവ്വം നിൽക്കും. ചിലപ്പോൾ തൽക്കാലം മമതയെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ചേട്ടാ, ഈ ഇന്ത്യ മുന്നണിയുടെ ഈ സമ്പൂർണമായ തകർച്ചയെ ഭരണം ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. BJP എങ്ങനെയാണ് ഇത് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും ഡൽഹി തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതിപക്ഷത്തിന്റെ തകർച്ച എപ്പോഴും BJPക്ക് പ്രതീക്ഷ നൽകുകയാണ്. അതായത് ഡൽഹിയിലെ
അധികാരത്തിൽ തിരിച്ചു വരാൻ വേണ്ടി പല നീക്കങ്ങളും നടത്തുകയാണ്. ഇപ്പം ഡൽഹിയിലെ പൂർവാഞ്ചൽ ഡൽഹിയുടെ ചില ഭാഗങ്ങളിൽ പിന്നെ ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിലെ കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ പ്രത്യേകിച്ച് പിന്നോക്ക പട്ടിക ജാതിക്കാർ, അവരെ സ്വാധീനിക്കാൻ വേണ്ടി രാംവിലാസ് പാസ്വാന്റെ പാർട്ടിക്ക് സീറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് JDUവിന് സീറ്റ് കൊടുക്കാനും BJP തയ്യാറാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചില സൂചനകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഡൽഹിയിലെ ഇതുപോലൊരു സഖ്യം രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി എന്തായാലും ഇപ്രാവശ്യം വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് BJP തിരിച്ചറിഞ്ഞതായിട്ട് എനിക്ക്. ചേട്ടാ, അത് അത്ര എളുപ്പമാണോ? കാരണം ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ മുന്നേറ്റം ഉണ്ടായത് ആം ആദ്മി പാർട്ടിക്കാണ്. അത് വെച്ച് നോക്കുമ്പോൾ BJPയുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? നമുക്ക് എത്രത്തോളം അത് സാധ്യത കൽപ്പിക്കാം? BJPക്ക് ലോക്സഭാ ഇലക്ഷനിൽ 7 സീറ്റിലും വിജയിക്കാൻ കഴിയുമെന്നൊരു വലിയ ആത്മവിശ്വാസമുണ്ട്. ഹരിയാനയിൽ അധികാരത്തിൽ വന്നത്, ഹരിയാനയിലെ പ്രത്യേകിച്ച് ജാട്ടുകള്, അതുപോലെ പഞ്ചാബിൽ നിന്നുള്ള ജാട്ടുകൾ, ഇവരൊക്കെ തന്നെ ഡൽഹിയിൽ ഒരു വലിയ ഘടകമാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു BJPക്ക് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. പക്ഷേ എന്റെ ഒരു വിലയിരുത്തൽ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചതുപോലെയുള്ള ജനക്ഷേമകര, അത് നമുക്ക് ഇത്രയൊക്കെ ഞാൻ വിമർശിച്ചെങ്കിലും എനിക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഇലക്ട്രിസിറ്റി ചാർജ്, വെള്ളക്കരം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആരോഗ്യ ആനുകൂല്യങ്ങൾ, ഇതൊക്കെ BJP പ്രഖ്യാപിച്ചാൽ BJPക്ക് തീർച്ചയായിട്ടും ചാൻസ് ഉണ്ടാകുന്നത് തന്നെയാണ്. കാരണം പിന്നെ മധ്യപ്രദേശിലും പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഇത് പ്രഖ്യാപിച്ചിരുന്നു. കാരണം സ്ത്രീകൾക്ക് മാസം തോറും അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ ഇത് കാരണം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും BJPക്ക് സാധ്യത ഉണ്ടെന്ന് തന്നെ. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇലക്ഷൻ, പക്ഷെ BJP അവിടെ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതും കൂടി ഞാൻ ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. അതിനും കൂടി അങ്ങ് ഉത്തരം പറഞ്ഞാൽ നമ്മുടെ ഈ ചർച്ച പൂർണ്ണമാണ്. അതായത് BJPക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ഒരു മികച്ച നേതൃത്വം ഡൽഹി സംസ്ഥാനത്തുണ്ടോ? ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ പറ്റിയ ഒരു മികച്ച നേതാവ് BJPക്ക് മുന്നോട്ട് വെക്കാൻ ഡൽഹിയിലുണ്ടോ? ഇപ്പം എന്താണ് അതിനെക്കുറിച്ച് ഉള്ളൊരു വിലയിരുത്തൽ? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ BJPക്ക് 90കളിൽ BJPക്ക് അവിടെ അധികാരം നഷ്ടപ്പെടുമ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഈ സാഹിബ് സിംഗ് വർമ്മയും മദൻലാൽ ഖുറാനയും തമ്മിലുള്ള ഉൾപാർട്ടി തർക്കങ്ങളും പിന്നെ പോരാട്ടങ്ങളുമാണ് BJP അവിടെ ക്ഷീണിപ്പിച്ചത്. ശരിക്കും അങ്ങനെ ഒരു ഉൾപാർട്ടി സംഘർഷം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJP അവിടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ശക്തിയായി. അതിനുശേഷം പ്രാദേശിക നേതാക്കന്മാർ വേണ്ട രീതിയിൽ അവിടെ ഉയർന്നു വരുന്നില്ല. ഒരുപക്ഷെ BJPയുടെ കേന്ദ്ര നേതൃത്വം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ അതിശക്തനായ ഒരു ഡൽഹി നേതാവ് ഉണ്ടായാൽ കേന്ദ്ര സർക്കാരിന് അത് ചിലപ്പോൾ തലവേദന ഉണ്ടാക്കുമെന്ന് അവർക്ക് പേടിയാണ്. എനിക്ക് തോന്നുന്നു. പക്ഷേ പ്രാദേശിക നേതാക്കന്മാർ, ഇപ്പം സുഷമ സ്വരാജിന്റെ മകള് ഉണ്ട്, അതുപോലെ മീനാക്ഷി ലേഖി ഉണ്ട്, അങ്ങനെ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഒരു നേതാവിനെ ഒരുപക്ഷെ ഉയർത്തിക്കൊണ്ടുവരാൻ BJP ശ്രമിക്കുമായിരിക്കും എന്ന് തോന്നൽ എനിക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി BJP കാണുമായിരിക്കും. തൽക്കാലം അതില്ല എന്നുള്ളത് സത്യം തന്നെ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. ജനുവരി ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വരുമായിരിക്കും. 2 മാസം കൂടി കാത്തിരുന്നാൽ നമുക്ക് ഡൽഹിയിൽ ആരാണ് ഭരിക്കുക, അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി ആം ആദ്മി പാർട്ടിക്ക് ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയുമോ ഇല്ലയോ, BJP ഭരണം അവരിൽ നിന്ന് പിടിച്ചെടുക്കുമോ, കോൺഗ്രസ് എത്രത്തോളം മുന്നേറും തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവച്ചതിന് നന്ദി.